ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടുകൂടിയാണ് തിരിച്ചറിയാനാകാത്ത വിധം ഒരു മൃതദേഹം ബളാംതോട് വണ്ണാർക്കയം NSS എസ്റ്റേറ്റിന് സമീപത്തെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് കണ്ടെത്തിയത്. കൂൺ ശേഖരിക്കാനായി വനത്തിനുള്ളിൽ പോയ അരിപ്രോഡ് സ്വദേശികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് ഇവർ വനം വകുപ്പിനെയും രാജപുരം പോലീസ് സ്റ്റേഷനിലും വിവരമറിയിക്കുകയായിരുന്നു. ആളെ തിരിച്ചറിയാനാകാത്ത വിധം അഴുകി തലയോട്ടി മാത്രമായ തലയും ശരീരവും വേർപെട്ട നിലയിലായിരുന്നു മൃതദേഹം. നമ്മൾ രാവിലെ പ്രസിഡന്റാണ് ഞങ്ങളെ വിളിച്ചു പറയുന്നത്. രാവിലെ കൂണ് നോക്കാൻ പോയവരാണ് ബോഡി നിലത്ത് കിടക്കുന്നതായിട്ട് കണ്ടത്. ബോഡി കണ്ടു, അപ്പോൾ തന്നെ നമ്മളെ വിളിച്ചു. നമ്മളൊക്കെ വന്നു. ഇപ്പോഴും ബോഡി ആരതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പം അവരെ ചേട്ടനും മജീനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തലയോട്ടിയെല്ലാം ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്, ബോഡി ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്, കയറ് തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പം ശരീരത്തിന്റെ മാംസങ്ങളൊന്നും അതിനകത്തില്ല, എല്ലാം അസ്ഥികൂടങ്ങളാണെന്നുള്ളത്. പിന്നെ ഷർട്ടും ഒരു മുണ്ടും കാണുന്നുണ്ട്. ഒരു പേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, പിന്നെ പോക്കറ്റിനകത്ത്. വേറെ ഒന്നും അറിയാനായിട്ടില്ല. അപ്പോൾ എന്തായാലും പോലീസ് എത്തിയിട്ടില്ല ഇതുവരെ. പോലീസ് എത്തും. ഫോറസ്റ്റുകാരൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ മെമ്പർമാരായ ഞങ്ങൾ 3 പേരും വളരെ നേരത്തെ തന്നെ എത്തി പരിശോധനയെല്ലാം നടത്തി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് കരിങ്കോളി എന്ന സ്ഥലത്താണ്, ഫോറസ്റ്റിനകത്താണ് ഉള്ളത്. റോഡിൽ നിന്ന് വിട്ട് ഒരു 100-150 മീറ്റർ ഉള്ളിലോട്ടാണ് ഈ ഇദ്ദേഹം തൂങ്ങിയിട്ടുള്ളത്. തൂങ്ങി താഴെ നിലത്ത് ബോഡി കണ്ടതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിനാൽ മാസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. മുണ്ടും ഷർട്ടുമാണ് വേഷം. സമീപത്തെ മരത്തിൽ ഒരു കയറും തൂങ്ങുന്നുണ്ട്. ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്നും കാലപ്പഴക്കം കൊണ്ട് കയർ പൊട്ടി താഴെ വീണതായിരിക്കാമെന്നുമാണ് കരുതുന്നത്. അതേസമയം മാസങ്ങൾക്ക് മുൻപ് കാണാതായ മൗക്കോട് സ്വദേശിയുടേതാണ് മൃതദേഹം എന്നാണ് ലഭിക്കുന്ന സൂചന. DNA പരിശോധന ഉൾപ്പെടെ നടത്തിയാലേ ഇതിൽ വ്യക്തത വരൂ. രാജപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം.